നമ്മുടെ തമ്പാനൂരുള്ള ഏരീസ് പ്ലസ് SL സിനിമാസിൻ്റെ തിയേറ്റർ. നമ്മൾ ഏരീസ് പ്ലസിൻ്റെ അകത്തോട്ട് കയറിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒന്നിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ മൊബൈൽ ടിക്കറ്റ് എടുക്കുന്നതാണ്. ഒന്നിക്കുന്ന ഉച്ചയ്ക്കാണ് നമ്മൾ ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ OD2 ഗൈസ്. OD2 ഷോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തൊരു 2:30 കഴിഞ്ഞപ്പോൾ കയറിയിരിക്കുകയാണ്. 3 മണിക്കാണ് ഷോ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് ഇപ്പോൾ OD2 ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2:45 കഴിയായിരിക്കും. നമ്മുടെ ഇതാണ് ടിക്കറ്റ്. അപ്പോൾ 2:45 കഴിഞ്ഞിട്ട് അവർ ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് പ്രൊസീജർ 3 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മളിത് ഞാൻ ഗോട്ട് ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ ഇത് ഇടുന്നതെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമ വന്നിരിക്കുന്നത്. എൻ്റെ ടിക്കറ്റിലെ ഡേറ്റ് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോഴും OD2 ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗോൾഡ് സീറ്റ് വരുന്നത് OD2. അത് നമുക്ക് സോഫ സീറ്റാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ്. പക്ഷേ ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളെങ്കിലും സോഫ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് OD2 ഗോൾഡ് സീറ്റ്. നമുക്കിനി തിയേറ്ററിൻ്റെ അകത്ത് ഇതാണ് നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് വരുന്നത്. കണ്ടോ, ഗോൾഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ സോഫ സീറ്റാണ് വന്നിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള സീറ്റാണ്. നമുക്കിത് തലയാണ കിട്ടും, കുഷൻ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രൈവറ്റ്. 150 രൂപയേ ഉള്ളൂ നമുക്ക് OD2 സോഫ സീറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നത് ഇപ്പം കയറി ചെയ്തുകൊണ്ട് പരസ്യമൊക്കെ ഇടുന്നേ ഉള്ളൂ. നമുക്ക് സ്ക്രീൻ ചെറുതാണെങ്കിലും നമുക്ക് OD2 വെർത്താണ്. 150 രൂപയ്ക്ക് ഒരു സോഫ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ വെർത്താണ്. 150 രൂപയേ ഉള്ളൂ നമുക്ക് സീറ്റിൽ. ഇങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത്. നമുക്ക് സ്ക്രീൻ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് OD2 ബാൽക്കണിയാണ് വരുന്നത് ഗോൾഡ് സീറ്റ്. അപ്പോൾ കുറച്ച് വിസിബിലിറ്റി പ്രശ്നം കാണും. പക്ഷേ സോഫ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാം. നമുക്ക് ഇനി പടം ഇതാണ്. നമുക്ക് 3/2 കാറ്റഗറിയിലാണ് സീറ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഒരു 20 സീറ്റ്സ് കാണും. നമുക്ക് ഗോൾഡ് സീറ്റ് തന്നെ 20-ഓ 30 എണ്ണിയില്ല. കറക്റ്റ് ആ ഒരു എനിക്ക് എണ്ണം ഓർമ്മയില്ല. എന്നാലും അത്രയും കാണും. നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീൻ വരുന്നത്. ഇപ്പോൾ പരസ്യം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ 2 മിനിറ്റ്. ഇതാണ് നമ്മുടെ ഏരീസ് പ്ലക്സിൻ്റെ ലോഗോ വരുന്നത്. അപ്പോൾ ഗോട്ടിൻ്റെ ഇൻട്രോ വന്നിട്ടുണ്ട്. വിജയുടെ എൻട്രി, തളപതിയുടെ എൻട്രി. അത് കിടില് വരുന്നത്. ഇൻട്രോ ഭയങ്കര ഗംഭീരമായിരുന്നു. ഇതാണ് എൻ്റെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞത്. ഇൻട്രോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം. ഇതാ അങ്ങനെ നമ്മുടെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഗോഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇതാ നമുക്കപ്പോൾ ഇൻ്റർവെല്ലായിട്ടുണ്ട്. ഇതാ നമുക്ക് വെള്ളവും പെപ്സിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പടം ഇൻ്റർവെല്ലായി. പക്ഷേ കുഴപ്പമില്ല ഗൈസ്. നമുക്കൊരു ഇൻ്റർവെൽ വരെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇതാണ് നമുക്ക് സീറ്റിംഗ് വരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. 2/2 കാറ്റഗറി. ഇത് സീറ്റിംഗ് കിടില്ല. സിനിമ ആവറേജ് ആണെങ്കിൽ സീറ്റിംഗ് ഗംഭീരമായിട്ടുണ്ട്. കുഷനൊക്കെ വെച്ചുകൊണ്ട് നല്ല റിക്ലൈനിങ് ഇല്ല. പക്ഷേ നമുക്ക് ആ റിക്ലൈനിങ്ങിനേക്കാളും ഗംഭീരമായിട്ടുള്ള സീറ്റാണ് ഇവിടെ OD2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതാണ് പരസ്യം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല. നമുക്കിവിടെ ഫ്രണ്ടിൽ താഴത്തെ സെക്ഷൻ എക്സിക്യൂട്ടീവാണ്. അത് 130 റേറ്റ്. അങ്ങനെ സിനിമ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരു സിനിമ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ ഫാൻസുകാർക്ക് ഇത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാൻസുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു 101% ഉറപ്പാണ്. നമുക്കൊക്കെ ഒരു ആവറേജായിട്ടുള്ള രീതിയിലാണ് ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി. സിനിമ ഒരു ആവറേജാണ്. നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് ദുരന്തമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു മൂവിയാണ്. ഇഷ്ടപ്പെടും. നമ്മൾ ഏരിയസ് ഇറങ്ങി നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലോട്ട്. നമുക്ക് നേരെ പോയി റൈറ്റ് പോയാൽ നമ്മുടെ ഈസ്റ്റ് കോട്ട് ബസ് സ്റ്റോപ്പാണ്. നമുക്ക് അവിടെ നിന്ന് ബസ് കയറിപ്പോൾ നമുക്ക് ഏരിയസിൻ്റെ ഫ്രണ്ട് ഒന്നും കൂടെ കാണിച്ചേക്കാം. നമുക്ക് ഇതാണ് നമുക്ക് ഏരിയസിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമുക്ക് ഈ വഴി റൈറ്റ് നേരെ പോയാൽ പോത്തീസിൻ്റെ ആ സൈഡിലോട്ടൊക്കെ പോകും. ഈ വഴി ഒരു 1 വേ ആണ്. നമുക്ക് ആ വഴിക്ക് ഇറങ്ങി വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്.